നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഫൈബ്രോയിഡും അത് വന്ധ്യതയെ എങ്ങനെ ബാധിക്കാമെന്നും അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഐശ്വര്യ, കൺസൾട്ടൻറ്റ് ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് GG ഫാമിലി ക്ലിനിക് ആൻഡ് ഗോകുലം മെഡിക്കൽ കോളേജ്. നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ കേശവ്, GG ഹോസ്പിറ്റലിൽ ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റാണ്. അപ്പോൾ ഡോക്ടർ ഐശ്വര്യ, ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിനൈൻ ഡിസീസാണ്. അത് യൂട്രൈൻ മസിലിൽ വരുന്ന ഒരു ഡിസീസാണ്. യൂട്രൈൻ മസിലിൻ്റെ ഒരു ഓവർ ഗ്രോത്ത് അല്ല, ഒരു ബോൾ ഷേപ്ഡ് ഓവർ ഗ്രോത്ത് എന്നും പറയാം. ഇതെങ്ങനെയാണ് സിംറ്റംസ് കോസ് ചെയ്യുന്നത്? ഡോക്ടറിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ്? ബേസിക്കലി ഫൈബ്രോയിഡ്സ് എങ്ങനെയാണ് സിംറ്റംസ് കോസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ യൂട്രസിൻ്റെ നോർമൽ ഇത് നമുക്ക് മനസ്സിലാക്കണം, ഫങ്ഷൻ മനസ്സിലാക്കണം. അപ്പോൾ യൂട്രസിൽ മെയിൻലി ഉള്ളത് യൂട്രൈൻ മസിൽസ് ഉണ്ട്. പിന്നെ മസിൽസിൻ്റെ അകത്തായിട്ട് നമുക്ക് യൂട്രൈൻ എൻഡോമെട്രിയം ഉണ്ട്. അതാണ് മന്ത്ലി ബേസിസിൽ നമുക്ക് ഈ എൻഡോമെട്രിയമാണ് ഷെഡ് ഓഫ് ആയിട്ട് മെൻസസ് ആയിട്ട് വരുന്നത്. യൂട്രൈൻ മസിൽസ് ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഉള്ളത്. സോ ഈ മസിൽസിൻ്റെ ഈ സിഗ്സാഗ് ക്രോസിങ്ങിൻ്റെ അകത്തു കൂടെയാണ് നമുക്ക് ബ്ലഡ് വെസൽസ്, യൂട്രൈൻ എൻഡോമെട്രിയത്തിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസ് വരുന്നത്. സോ യൂഷ്വലി ഈ മന്ത്ലി പീരീഡ്സ് വരുമ്പോൾ എൻഡോമെട്രിയം ഷെഡ് ഓഫ് ആകുമ്പോൾ ഈ മസിൽസ് കൺട്രാക്ട് ചെയ്യും. കൺട്രാക്ട് ചെയ്യുമ്പോൾ ഈ എൻഡോമെട്രിയത്തിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസും ഇങ്ങനെ കംപ്രസ് ആവും. അപ്പോൾ അതുകൊണ്ടാണ് എക്സസീവ് ബ്ലീഡിങ് വരാതെ റെഗുലർ ബ്ലീഡിങ് വന്നിട്ട് അത് സെറ്റിൽ ആവുന്നത്. ബട്ട് ഫൈബ്രോയിഡ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ മസിൽസിൻ്റെ ക്രിസ് ക്രോസിൻ്റെ ഇടയ്ക്ക് ഒരു വലിയൊരു ഫൈബ്രോയിഡ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മസിൽസിനെ കൺട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ കൺട്രാക്ട് ചെയ്യാൻ പറ്റാത്തത് കാരണം ബ്ലീഡിങ് കൂടുതലായിട്ട് വരും. അതാണ് നമ്മൾ മെഡിക്കൽ ടേംസിൽ മെനോറേജിയ എന്ന് പറയുന്നത്. പിന്നെ ഈ ബ്ലീഡിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സറൗണ്ടിങ്ങിലുള്ള മസിൽസ് കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് കൺട്രാക്ട് ചെയ്യും. അത് കാരണമാണ് ഈ എക്സസീവ് കൺട്രാക്ഷൻ കാരണമാണ് എക്സസീവ് പെയിൻ വരുന്നത് പീരിയഡ്സ് ടൈമിൽ. സോ മെനോറേജിയ ആൻഡ് ഡിസ്മെനോറിയ, അതായത് പെയിൻഫുൾ പീരിയഡ്സ് ആണ് നമ്മുടെ ഫൈബ്രോയിഡ്സിൻ്റെ മോസ്റ്റ് കോമൺ സിംറ്റംസ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി 3 രീതിയിലായിട്ട് ഫൈബ്രോയിഡ് കോസ് ചെയ്യാൻ പറ്റും. ഒന്ന് അതിൻ്റെ ലൊക്കേഷൻ കൊണ്ടും സൈസ് കൊണ്ടും, മൂന്നാമത്തെ ഹോർമോണൽ ഡിസ്റ്റർബൻസസ് കൊണ്ടും ഫൈബ്രോയിഡ് ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യാറുണ്ട്. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫൈബ്രോയിഡ് പല രീതിയിൽ നമ്മൾ ലൊക്കേഷൻ അനുസരിച്ചാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. സബ്സീറസ്, അതായത് യൂട്രസിൻ്റെ പുറത്തായിട്ടോ, ഇൻട്രാമ്യൂറൽ യൂട്രസിൻ്റെ മസിൽ സ്ട്രക്ചറിനകത്തായിട്ടോ, സബ്മ്യൂക്കസ് യൂട്രസിൻ്റെ എൻഡോമെട്രിയത്തിനകത്തായിട്ട് വരുന്ന ഫൈബ്രോയിഡ്സാണ് സബ്മ്യൂക്കസ്. ഇപ്പോൾ എല്ലാ രീതിയിലുള്ള ഫൈബ്രോയിഡ്സ് ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യത്തില്ല. യൂട്രസിൻ്റെ പുറത്തായിട്ടുള്ള സബ്സീറസ് യൂഷ്വലി ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യത്തില്ല. ഇൻട്രാമ്യൂറലും 50% ഓഫ് ദ ടൈംസ് ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യത്തില്ല. ബട്ട് സം ടൈംസ് ടു ക്ലോസ് ടു ദി എൻഡോമെട്രിയം, ആ ഇംപ്ലാന്റേഷൻ സൈറ്റിനകത്താവുമ്പോൾ ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യാൻ പറ്റും. ബട്ട് സബ് മ്യൂക്കസ് മോസ്റ്റ്ലി ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് ഫൈബ്രോയിഡ് പല രീതിയിലായിട്ട് തിരിക്കാം. അപ്പം ഇങ്ങനെ എല്ലാ ഫൈബ്രോയിഡും ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ചില ഫൈബ്രോയിഡ്സ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഫൈബ്രോയിഡ്സിന് ഗൈനക്കോളജിക്കൽ ആംഗിൾ ആൻഡ് ഒബ്സ്ട്രെറ്റിക്, അതായത് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആംഗിളും നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫൈബ്രോയിഡ്സ് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ആസ് എ ഗൈനക്കോളജിസ്റ്റ് നമ്മൾ പ്രൈമറി ആയിട്ട് ഫൈബ്രോയിഡിൻ്റെ ലൊക്കേഷനും ഫൈബ്രോയിഡിൻ്റെ സൈസും അതിൻ്റെ ഹോർമോൺ ഡിസ്റ്റർബൻസും പ്ലസ് പേഷ്യൻ്റെ സിംറ്റംസ് അനുസരിച്ചാണ് ഫൈബ്രോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി കൺസർവേറ്റീവ് ആയിരിക്കും. കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കായിട്ട് ഈ ബ്ലീഡിങ് കുറയ്ക്കാനുള്ള ടാബ്ലറ്റ്സും അല്ല ഫൈബ്രോയിഡിൻ്റെ സൈസ് ഷ്രിങ്ക് ചെയ്യാനുള്ള ടാബ്ലറ്റ്സും ചിലപ്പോൾ തരും. അതേപോലെ തന്നെ മെഡിക്കൽ മാനേജ്മെൻറ്റ് നമ്മൾ ഹോർമോൺ ഉള്ള രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. സർജിക്കൽ മാനേജ്മെൻറ്റ് നമ്മൾ സ്പെസിഫിക് കേസസിൽ മാത്രമേ സർജിക്കൽ മാനേജ്മെൻറ്റ് പറയത്തുള്ളൂ. സർജറി പല രീതിയിലുള്ള സർജറീസ് ഉണ്ട്. ഓപ്പൺ സർജറി, ലാപ്രോട്ടമി ആവാം, ഇല്ല ലാപ്രോസ്കോപ്പിക് ഓർ ഹിസ്ട്രോസ്കോപ്പിക് സർജറീസും നമ്മൾ ഫൈബ്രോയിഡ്സിന് സജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ലാപ്രോസ്കോപ്പിക് സർജറി എപ്പോഴാണ് പ്രിഫർ ചെയ്യുന്നത്? അതായത് കീ ഹോൾ സർജറീസ് എപ്പോഴാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? പിന്നെ ഹിസ്ട്രോസ്കോപ്പിക് സർജറി എന്ന് പറയുമ്പോൾ എന്താണ്, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ആസ് എൻ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് നമ്മൾ എല്ലാ ഫൈബ്രോയിഡ്സിനെയും ആസ് ഐ ടോൾ സർജറി പ്രിഫർ ചെയ്യത്തില്ല. അങ്ങനെ പ്രിഫർ ചെയ്യുവാണെങ്കിലും ലാപ്രോസ്കോപ്പി ആയിരിക്കും കൂടുതലും നമ്മൾ ചെയ്യുന്നത്. ലാപ്രോസ്കോപ്പിക് സർജറീസ് എന്ന് വെച്ചാൽ മോസ്റ്റ്ലി നമ്മൾ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സിനെ ടാർഗറ്റ് ചെയ്ത് പോകുന്നതാണ്. ഇൻട്രാമ്യൂറൽ ടൈപ്പ് 3, ടൈപ്പ് 4 ഫൈബ്രോയിഡ്സ് കോസിങ് ഇൻഫെർട്ടിലിറ്റി, അങ്ങനത്തെ ഫൈബ്രോയിഡ്സിനെ മാത്രമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് എടുക്കുന്നത്. സോ ലാപ്രോസ്കോപ്പിക് ആയിട്ട് എങ്ങനെയാണ് ഈ ഫൈബ്രോയിഡ്സ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്? മയോമെക്ടമി എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫൈബ്രോയിഡിന് അലോങ് വിത്ത് ഇറ്റ്സ് ക്യാപ്സ്യൂൾ റിമൂവ് ചെയ്യുന്നതാണ് മയോമെക്ടമി. യൂഷ്വലി റിക്കറൻസ് റേറ്റ് കുറയ്ക്കും എന്ന് പറയും നമ്മൾ ഈ എൻക്യാപ്സുലേറ്റഡ് ഫൈബ്രോയിഡ്സിന് റിമൂവ് ചെയ്യുമ്പോൾ.
അതേപോലെ തന്നെ ഹിസ്ട്രോസ്കോപ്പിക് റൂട്ട് വഴി നമ്മൾ മോസ്റ്റ്ലി ടാർഗറ്റ് ചെയ്യുന്ന സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ്, എൻഡോമെട്രിയത്തിന് അടുത്തുള്ള ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സിനെ നമ്മൾ ഹിസ്ട്രോസ്കോപ്പിക്കലി റിമൂവ് ചെയ്യാറുണ്ട്. ഹിസ്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ? ഹിസ്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്രസിനകത്താണ് സ്കോപ്പ് ഇടുന്നത്. എൻഡോസ്കോപ്പി നമ്മൾ വായിക്കൂടെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സെർവൈക്കൽ കനാലിൻ്റെ ത്രൂ ചെയ്യുന്നതാണ് ഹിസ്ട്രോസ്കോപ്പി. അതേപോലെ ലാപ്രോസ്കോപ്പി വയറ്റിന് അകത്തൂടെ കീ ഹോൾ ഇട്ട് ചെയ്യുന്നത് ലാപ്രോസ്കോപ്പി, ആസ് എവരിബഡി നോസ്. അതായത് ഫൈബ്രോയിഡ്സ് ബൾജ് ചെയ്ത് അബ്ഡമൻ്റെ അകത്താണ് ബൾജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻട്രാമ്യൂറൽ ആണെങ്കിൽ നമുക്ക് ലാപ്രോസ്കോപ്പിക് ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി അത് അകത്തോട്ട് എൻഡോമെട്രിയത്തിൻ്റെ സൈഡിലാണ് ബൾജിങ് എങ്കിൽ നമുക്ക് ഹിസ്ട്രോസ്കോപ്പി ത്രൂ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. വണ്ടർഫുൾ. അല്ല, 2 രീതിയിലേ ഉണ്ടെങ്കിൽ ഇൻട്രാമ്യൂറൽ പ്ലസ് സബ്മ്യൂക്കസ് കോമ്പനൻറ്റും ഉണ്ടെങ്കിൽ നമ്മൾ ലാപ്രോസ്കോപ്പി കമ്പൈൻഡ് വിത്ത് ഹിസ്ട്രോസ്കോപ്പി ആയിരിക്കും ചെയ്യുന്നത്. ഡോക്ടർ പ്രവീൺ, എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഏതെങ്കിലും ലേറ്റസ്റ്റ് ടെക്നോളജി ഉണ്ടോ ഇപ്പോൾ ഫൈബ്രോയിഡ്സ് നമ്മൾ കൗണ്ടർ ചെയ്യാൻ അതർ ദാൻ സർജറീസ്? ലേറ്റസ്റ്റ് എന്ന് ഞാൻ പറയില്ല, ബിക്കോസ് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ വളരെ സിമ്പിളാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബേസിക്കലി നമ്മൾ ഈ ഫൈബ്രോയിഡിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിന് നമ്മൾ കട്ട് ഓഫ് ചെയ്യും. കട്ട് ഓഫ് ഇൻ ദ സെൻസ് നമ്മൾ യൂട്രൈൻ ആർട്ടറിയുടെ അകത്ത് പോയിട്ട് ഈ ഫൈബ്രോയിഡ്സിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിൻ്റെ അകത്ത് സാൻഡിൻ്റെ സൈസിലുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യും, മെഡിക്കൽ പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് ഫൈബ്രോയിഡിൻ്റെ ബ്ലഡ് സപ്ലൈ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ഓഫ് ചെയ്യും. യൂട്രസിൻ്റെ ബ്ലഡ് സപ്ലൈ വിത്തിൻ എ പീരിയഡ് ഓഫ് ഒരു 4 to 6 weeks റീജനറേറ്റ് ചെയ്ത് നോർമൽ ലെവലിലോട്ട് തിരിച്ചു വരും. ബട്ട് ഈ ഫൈബ്രോയിഡിന് വരുന്നത് പെർമനൻറ്റ് എഫക്റ്റ് ആണ്. ഈ ഫൈബ്രോയിഡ്സിന് ഈ ബ്ലഡ് സപ്ലൈ കട്ട് ഓഫ് ആകുമ്പോൾ അതിൻ്റെ സെൽസ് എല്ലാം ഡെഡ് ആവും. ഈ ഡെഡ് സെൽസ് എല്ലാം ഓവർ ടൈം ചുരുങ്ങും. നമുക്ക് എങ്ങനെയാണ് ഒരു മുറി വന്നിട്ട് അവിടെ സ്കാർ വരുമോ അതേപോലെ ദ ഫൈബ്രോയിഡ് വിൽ ബി റെഡ്യൂസ് ടു ദാറ്റ് ഓഫ് എ സ്കാർ. ബട്ട് ഇതേ ഇതിൽ നമുക്ക് ഫർദർ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അവൈലബിൾ ട്രീറ്റ്മെൻറ്റ് ആണ് ഫൈബ്രോയിഡ്സിനുള്ളത് അബ്ലേഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ. അബ്ലേഷൻ അഗെയിൻ ഇവർ എങ്ങനെയാണോ ലാപ്രോസ്കോപ്പിക് ആൻഡ് ഹിസ്ട്രോസ്കോപ്പിക് ഫൈബ്രോയിഡ് റിമൂവൽ പറഞ്ഞത്, അതേപോലെ ലാപ്രോസ്കോപ്പിക് ആൻഡ് ട്രാൻസ്വെജൈനലായിട്ട് നമുക്ക് ചെറിയൊരു നീഡിലുണ്ട്. ആ നീഡിൽ നമ്മൾ ഡയറക്റ്റ്ലി ഈ ഫൈബ്രോയിഡിൻ്റെ അകത്ത് വെച്ചിട്ട് ആ നീഡിലിൻ്റെ ടിപ്പിൽ ഹീറ്റ് ജനറേറ്റ് ആവും. അപ്പോൾ ഈ ഹീറ്റ് കാരണം ആ ഫൈബ്രോയിഡ് ഫുള്ളായിട്ട് കരിഞ്ഞു പോകും. ഈ കരിഞ്ഞു പോയ ഫൈബ്രോയിഡ് അഗെയിൻ ഓവർ എ പീരിയഡ് ഓഫ് ടൈം, പ്രോബബ്ലി അറൗണ്ട് ഒരു 3 to 6 months ടൈമിൽ അതങ്ങനെ ചുരുങ്ങി ഇറ്റ് വിൽ കം ടു നോൺ സിഗ്നിഫിക്കൻറ്റ് ലെവൽ. അപ്പോൾ ഇങ്ങനെ നമുക്കിതിന് ലേറ്റസ്റ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഇതേ സെയിം ട്രീറ്റ്മെൻറ്റ് നമുക്ക് അഡിനോമയോസിസിലും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ കാര്യം ചോദിക്കട്ടെ, കൂടുതലും നമ്മൾ പറയുന്നത് ഒരു വെസൽ, ഒരു ഓർഗന് സപ്ലൈ ചെയ്യുന്ന വെസൽ നമ്മൾ കട്ട് ഓഫ് ചെയ്യുമ്പോൾ ആ ഓർഗൻ ഒന്ന് നെക്രോസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫൈബ്രോയിഡ് വെസൽ നമ്മൾ കരിക്കുവാണെങ്കിൽ അതിൻ്റെ സപ്ലൈ യൂട്രൈൻ ആർട്ടറി കൂടെ ആവാം, ഒവേറിയൻ വെസൽസ് കൂടെ ആവാം, പെൽവിക് വെസൽസ് കൂടെ ആവാം. അപ്പോൾ ഏത് വെസൽ നമ്മൾ ടാർഗറ്റ് ചെയ്യും, അതെങ്ങനെയാണ് ഫർദർ എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്? റൈറ്റ്. സോ ഇൻ്റർവെൻഷൻ റേഡിയോളജിയുടെ എല്ലാ പ്രൊസീജിയേഴ്സും ഇമേജിംഗ് ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ പ്രയർ ഇമേജിംഗ് ചെയ്ത് MRI ആൻഡ് ഇഫ് റിക്വയർഡ് ഒരു CT ആൻജിയോ ചെയ്ത് ഈ ഫൈബ്രോയിഡിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിനെ നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. നൗ ലെറ്റ് us say നമുക്ക് പ്രിഡോമിനൻ്റ്ലി യൂട്രൈൻ ആർട്ടറി സപ്ലൈ മാത്രമാണെങ്കിൽ നമുക്കത് യൂട്രൈൻ ആർട്ടറിയുടെ ത്രൂ അകത്ത് പോയിട്ട് അഗെയിൻ നമ്മൾ അത് ബിഫോർ ഡൂയിങ് ദ പ്രൊസീജിയർ നമ്മളൊന്ന് ചെക്ക് ചെയ്യും ദാറ്റ് ഇറ്റ് ഇസ് സപ്ലൈങ് ഓൺലി ദ ഫൈബ്രോയിഡ്. നോർമൽ ഓവറിക്ക് ഒന്നും സപ്ലൈ ഇല്ലയെന്ന് നമ്മൾ ഫസ്റ്റ് കൺഫേം ചെയ്യും. ഇത് കൺഫേം ചെയ്തിട്ട് ഹാർഡ്ലി ഒരു 0.5 to 0.6 millimeter സൈസിലുള്ള ചെറിയ ചെറിയ ട്യൂബ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഡിസ്റ്റലായിട്ട് പോയിട്ട് നോർമൽ വെസൽസിനൊന്നും അഫക്റ്റ് ചെയ്യാതെ ഫൈബ്രോയിഡിനും യൂട്രസിനുള്ള ബ്ലഡ് വെസൽസിനും മാത്രമായിട്ട് നമുക്കിതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയും സ്പെസിഫിക് ആയിട്ട് ഒരു പ്രെസിഷൻ ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ ഓവറീസിൽ എഫക്റ്റ് ആവാനുള്ള ചാൻസസ് ഇല്ല. നമ്മൾ ആസ് ഫാർ ആസ് യൂട്രൈൻ മസിൽസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ യൂട്രൈൻ മസിൽസ് ആർ വെരി റെസിസ്റ്റൻറ്റ് ടു ഇഷ്കീമിയ. അതിൽ നമുക്ക് അങ്ങനെ ഒരു ഇഷ്കീമിക് എഫക്റ്റ് വരാനുള്ള ചാൻസസ് ഇല്ല. ആൻഡ് യൂട്രൈൻ ആർട്ടറി ലൈഗേഷൻ നമുക്കൊരു കോമൺലി ഡൺ പ്രൊസീജിയറാണ്. അതായത് ഡ്യൂറിങ് ഡെലിവറി ടൈമിൽ കൂടുതൽ ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് യൂട്രൈൻ ആർട്ടറി ലൈഗേഷൻ. യൂട്രൈൻ ആർട്ടറി ലൈഗേഷൻ ചെയ്താലും ഫ്യൂച്ചർ പ്രഗ്നൻസിക്ക് ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ ഇല്ല. അതേപോലെയാണ് നമുക്ക് ഈ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ ചെയ്താലും ഫ്യൂച്ചർ പ്രഗ്നൻസിയെ അത് അങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് ഒരു സ്റ്റഡിയിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ ഒരു 3 to 6 months പീരിയഡ് ടൈം എടുക്കും ആ നോർമൽ യൂട്രസിനെ റിക്കവർ ചെയ്ത് നോർമൽ ഫ്ലോയിലോട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ദേ കൻ ഡെഫിനറ്റ്ലി പ്രൊസീഡ് വിത്ത് ദെയർ കൺസെപ്ഷൻ.
ഓക്കെ, ആസ് എൻ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് എനിക്ക് ഈ ഡൗട്ട് എപ്പോഴും ഉണ്ട്. നമ്മളൊരു ഫൈബ്രോയിഡ് എംബലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒവേരിയൻ റിസർവ് കുറയുമോ, അതുകൊണ്ട് നമ്മളുടെ ഫ്യൂച്ചർ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സിന് അത് എഫക്റ്റ് ചെയ്യുമോ എന്നുള്ള ഡൗട്ട് എപ്പോഴും ഉണ്ടായിരുന്നു. അതിപ്പം ഡോക്ടർ പ്രവീൺ. ഡെഫിനറ്റ്ലി ഒരു നല്ല ക്വരിയാണ്. ബിക്കോസ് നമ്മൾ ഈ ഒരു പെൽവിക് വാസ്കുലേച്ചറിൽ പോയിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പേടിയാണ് ഓവേരിയൻ റിസർവ് പോകുമോ. ബിക്കോസ് ആൾറെഡി പേഷ്യൻ്റ് ഒരു ഇൻഫെർട്ടിലിറ്റി ഉണ്ട്. ആൻഡ് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ ഈ പ്രൊസീജിയർ കാരണം. അങ്ങനെ നോക്കിയാൽ നമുക്ക് ആക്ച്വലി മയോമെക്ടമി ഏത് പ്രൊസീജിയറിനും ചെറിയൊരു റിസ്ക് ഉണ്ട്. ദാറ്റ് ഇസ് എനി പ്രൊസീജിയർ വിൽ ഹാവ് ഇറ്റ്സ് ഓൺ റിസ്ക്. ബട്ട് യൂട്രിൻ ആർട്ടറി എംബലൈസേഷൻ ചെയ്യുന്നത് കാരണം നമുക്ക് ഫ്യൂച്ചറിൽ പ്രഗ്നൻ്റ് ആവാൻ പറ്റില്ല എന്നുള്ളത് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് പ്രൂവൻ ഇൻ എനി സ്റ്റഡീസ്. ഓക്കെ, വാട്ട് അബൌട്ട് റേറ്റ് ഓഫ് റിക്കറൻസ്? ഇത് തിരിച്ചു വരുമോ? നമ്മൾ ഒരിക്കൽ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടും റിപ്പീറ്റ് വരുമോ? യെസ്. സോ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ നമ്മൾ ചെയ്യുമ്പോൾ ആൾറെഡി യൂട്രസിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഫൈബ്രോയിഡ്സാണ് നമ്മൾ ഒരുമിച്ച് ഒറ്റ സിറ്റിങ്ങിൽ ട്രീറ്റ് ചെയ്യുന്നത്. ബട്ട് ബാക്കിയുള്ള യൂട്രസ് അവിടെ തന്നെ ഉണ്ട്. എങ്ങനെയാണോ ഒരു നോർമൽ യൂട്രസിൽ, അതായത് ജനിക്കുമ്പോൾ ഇരിക്കുന്ന നോർമൽ യൂട്രസിൽ ഇതേപോലെ ഫൈബ്രോയിഡ് ഡെവലപ്പായി വന്നിട്ടുണ്ടോ, അതേപോലെ റിമൈനിങ് ആയിട്ടുള്ള നോർമൽ യൂട്രസിൽ ഇതേപോലെ പുതിയ ഫൈബ്രോയിഡ്സ് വരാനുള്ള ചാൻസസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ബട്ട് അത് യൂഷ്വലി ഹാപ്പൻസ് വെൻ വി ഡു ഒരു 30-35 ഇയർ ഓൾഡ് ആ പേഷ്യൻസിന് നമ്മൾ ഫൈബ്രോയിഡ് എംബലൈസേഷൻ ചെയ്യുമ്പോൾ മേ ബി ഒരു 5 or 10 ഇയേഴ്സ് ഡൗൺ ദ ലൈൻ അവർക്ക് അഗെയിൻ കുറച്ച് ഫൈബ്രോയിഡ്സ് വന്നിട്ട് നമുക്ക് ഈ പ്രൊസീജിയർ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരാം. ഈ പ്രൊസീജിയർ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ക്യൂരിയോസിറ്റി, എങ്ങനെയായി പ്രൊസീജിയർ ചെയ്യുന്നത് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ? ബേസിക്കലി പണ്ടൊക്കെ നമ്മൾ ഡയറക്റ്റ്ലി കാലിൽ കൂടെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് കറൻ്റ്ലി നമുക്ക് നല്ല അഡ്വാൻസ്ഡ് ഹാർഡ്വെയർസ് ഉള്ളത് കാരണം റേഡിയൽ ആർട്ടറി, കയ്യിലുള്ള ഈ റേഡിയൽ ആർട്ടറിയുടെ ചെറിയൊരു 2 to 3 millimeter നിക്കിട്ടിട്ട് നമുക്ക് ഈ ബ്ലഡ് വെസലിൻ്റെ ത്രൂ വി ക്യാൻ റീച്ച് ദ യൂട്രൈൻ ആർട്ടറീസ്. ആൻഡ് യൂട്രൈൻ ആർട്ടറീസിൻ്റെ അകത്ത് നമ്മൾ ഈ പാർട്ടിക്കിൾ ഇഞ്ചെക്ട് ചെയ്തിട്ട് പുറത്ത് വരും. ഇനി സംടൈംസ് നമുക്കിത് ബിക്കോസ് ഓഫ് പേഷ്യൻറ്റ് അനാറ്റമി ഓർ ഫാക്ടേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ കാലിൽ കൂടെ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ കാലിൽ കൂടെ ആണെങ്കിൽ നമുക്കൊരു 24 hours ബെഡ് റെസ്റ്റ് വേണം. കൈ കൂടെ ആണെങ്കിൽ ഒരു ഹാർഡ്ലി ഒരു 6 hours റെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ദേ ക്യാൻ സ്റ്റാർട്ട് വാക്കിംഗ്. ആൻഡ് ഒരു 2 to 3 days ദേ ക്യാൻ ബി ബാക്ക് ടു ദെയർ വർക്ക്. മൈനർ ഒരു പെയിൻ ഉണ്ടായിരിക്കും. പെയിൻ മെഡിക്കേഷൻസ് നമുക്ക് അത് കൊടുത്ത് മാനേജ് ചെയ്യാനുള്ള പെയിൻ മാത്രമായിരിക്കും ഉള്ളത്. ഓക്കെ, സോ പ്രൊസീജിയർ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? യൂഷ്വലി അറൗണ്ട് ഒരു 45 minutes to 1.5 hours ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് ഫൈബ്രോയിഡ്. എത്രയാണ് ഫൈബ്രോയിഡിൻ്റെ സൈസ് അതനുസരിച്ചിട്ടായിരിക്കും. പിന്നെ ആർട്ടീരിയൽ അനാറ്റമി. സോ ബട്ട് യൂഷ്വലി ഒരു 45 minutes to 1.5 hours. ആൻഡ് ഇതെല്ലാം ചെയ്യുന്നത് ലോക്കൽ അനസ്തീഷ്യയിലാണ്. ജനറൽ അനസ്തീഷ്യ ഒന്നുമില്ല. ആൻഡ് ഒരു ഓപ്പൺ സ്കാറോ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കില്ല. കോംപ്ലിക്കേഷൻസ്, ഇപ്പം ഇമീഡിയറ്റ് ഓർ ലേറ്റ് കോംപ്ലിക്കേഷൻസ് നമ്മൾ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം ഈ പ്രൊസീജിയറിൽ? റൈറ്റ്, കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ആക്ച്വലി യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷനിലുള്ള കോംപ്ലിക്കേഷൻസ് ആസ് കമ്പയർഡ് ടു എനി സർജിക്കൽ മൊഡാലിറ്റി ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഫാർ ലെസറാണ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ദ പ്രോസസ് ഇസ് വെരി സിമ്പിൾ. ആൻഡ് നമ്മൾ ചെയ്യുന്നത് ബ്ലഡ് വെസൽസിൻ്റെ അകത്ത് പോയിട്ട് അതിൻ്റെ അകത്ത് മാത്രമാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. ദർ ഇസ് നോ ഓപ്പൺ സർജറീസ്. സോ ദ ചാൻസസ് ഓഫ് ഇൻഫെക്ഷൻ ഗോയിങ് ത്രൂ സച്ച് സ്മോൾ കത്തീറ്റേഴ്സ് ആർ വെരി റെയർ. ആൻഡ് പ്ലസ് പേഷ്യൻറ്റ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് അതൊന്നും ഇല്ലാന്ന് നമ്മൾ കൺഫേം ചെയ്തിട്ട് മാത്രമായിരിക്കും ഈ പ്രൊസീജിയറിലോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇൻഫെക്ഷനാണ് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടുള്ളത്. സംടൈം മോസ്റ്റ് ഓഫ് ദി ഇൻഫെക്ഷൻസ് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഫെക്ഷൻസ് ആയിരിക്കും അങ്ങനെ വന്നാലും. ബട്ട് ലെസ് ദൻ 5% ചാൻസസ്. എക്സ്ട്രീംലി റയർ സിനാരിയോസിലാണ് നമുക്ക് യൂട്രൈൻ ഫൈബ്രോയിഡ്സിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ കുറച്ച് കൂടുതലാണെങ്കിൽ വി മേ ഹാവ് ടു പ്രൊസീഡ് വിത്ത് എ സർജറി ടു റിമൂവ് ദി ഇൻഫെക്റ്റഡ് കോമ്പണന്റ്. പിന്നെ രണ്ടാമത്തെ പോസിബിലിറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ഇൻഫെർട്ടിലിറ്റി കോസ് ചെയ്യുമോ എന്നുള്ളതാണ്. അത് ഇതുവരെ ഒരു സ്റ്റഡിയിലും പ്രൂവ് ചെയ്തിട്ടില്ല ദാറ്റ് യൂട്രൈൻ ആർട്ടറി എംബലൈസേഷൻ കോസസ് ഇൻഫെർട്ടിലിറ്റി. പിന്നെ പെയിൻ ഉണ്ടായിരിക്കും. അത് കോംപ്ലിക്കേഷൻ അല്ല, അത് എക്സ്പെക്റ്റഡ് എഫക്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് മെഡിസിൻസ് കൊടുത്ത് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഹാർഡ്ലി ഗോയിങ് ടു ലാസ്റ്റ് ഫോർ 5 to 7 days. അത് കഴിഞ്ഞിട്ട് പെയിൻ ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പേഷ്യൻ്റെ റിക്കവറി പീരീഡാണ്. പോസ്റ്റ് പ്രൊസീജിയർ റിക്കവറി പീരീഡിൽ എന്തൊക്കെ സിംറ്റംസ് കാണും പേഷ്യൻസ്? ഓക്കെ, സോ യൂഷ്വലി ആസ് ഐ ടോൾഡ് പെയിൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അത് നമ്മൾ മെഡിസിൻസ് കൊടുക്കും. ചെറിയൊരു ക്രാമ്പിംഗ് ടൈപ്പ് ഓഫ് അനീസിനെസ് ഉണ്ടായിരിക്കും. ബട്ട് ഓൾ ദിസ് ഓവർ എ പീരിയഡ് ഓഫ് 3 to 7 days അത് സ്ലോലി റിഗ്രസ് ചെയ്ത് വരും. ഫസ്റ്റ് പീരീഡ്സ് വരുന്നത് അത് എപ്പോഴാണ് അത് വരുന്നത് അതിൽ ഫ്ലോ കുറച്ച് കുറവായിരിക്കും. ബട്ട് പ്രോഗ്രസീവ്ലി യു വിൽ സീ ദറ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് സൈക്കിൾ ആകുമ്പോൾ മോസ്റ്റ്ലി ബൈ ദ തേർഡ് സൈക്കിൾ ആകുമ്പോൾ അവർക്ക് റെഗുലർ പീരിയഡ്സ് ഉണ്ട്. അതായത് ഈ ഹെവി ബ്ലീഡിങ് കുറഞ്ഞിട്ട് നോർമൽ പീരിയഡ്സിൻ്റെ റിക്കവറി വരും. സോ യൂഷ്വലി നമുക്ക് ഈ തേർഡ് സൈക്കിളിൽ ഇറ്റ് മീൻസ് ദറ്റ് ദ ബ്ലഡ് വെസൽസ് ഹാവ് കം ബാക്ക് ടു ദിയർ നോർമൽ സ്റ്റേജ്. അതായത് നോർമൽ ബ്ലഡ് വെസൽസ് എല്ലാം കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? സോ 3 months എങ്ങനെ റിക്കവർ ആയി വന്നാലും ജസ്റ്റ് ബിക്കോസ് വി ആർ ഗോയിങ് അഹെഡ് വിത്ത് എ ട്രീറ്റ്മെൻറ്റ് ഓർ എ പ്രൊസീജിയർ ഒരു 6 months വരെ വെയിറ്റ് ചെയ്യുന്നത് ഇസ്
to be on the safer side. അത് കഴിഞ്ഞിട്ട് we can proceed with any form of infertility treatment. ഇപ്പം നമ്മൾ ഒരു ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന മുന്നേ AMH ആൻറ്റി മുലേറിയൻ ഹോർമോൺ എന്ന് ഒവേരിയൻ റിസർവ് ക്വാണ്ടിഫൈ ചെയ്യാനൊരു ടെസ്റ്റ് ചെയ്യുമല്ലോ, അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒരു യൂട്രൈൻ ഫൈബ്രോയിഡ് എംബോലൈസേഷൻ ചെയ്യണോ? അങ്ങനെ എന്തെങ്കിലും ഇൻഡിക്കേഷൻ ഉണ്ടോ? റൊട്ടീനായിട്ട് അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ഇല്ല, ബട്ട് ചെയ്യുന്നത് ബേസിക്കലി പേഷ്യൻ്റെ പ്രൊഗ്നോസ്റ്റിക്കേഷന് വേണ്ടിയിട്ടാണ്. പ്രൊഗ്നോസ്റ്റിക്കേഷൻ ആൻഡ് ഫ്യൂച്ചർ ഓവേരിയൻ റിസർവ് നമ്മളൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി നല്ലതാണ്, എസ്പെഷ്യലി ഇൻ പേഷ്യൻസ് ഹു ആർ പ്ലാൻ ഫോർ ഫർദർ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്. ഓക്കെ. സോ ഡോക്ടർ ഐശ്വര്യ, നമ്മൾ ഈ മിനിമലി ഇൻവേസീവ് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇതെല്ലാ പ്രൊസീജിയേഴ്സ് ഉണ്ടെങ്കിലും ചില പേഷ്യൻസിന് നമുക്ക് ഹിസ്റ്ററക്ടമിയാണ് ഒരു ബെറ്റർ ഓപ്ഷനായിട്ട് പറയുന്നത്. എങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമുക്ക് എൻറ്റയർ യൂട്രസ് റിമൂവ് ചെയ്യുന്നത് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ, റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൻ്റെ ഔട്ട്സൈഡുള്ള പേഷ്യൻസ്, പെരിമെനോപോസൽ, ബിയോണ്ട് 40-45 ഇയേഴ്സ് ഓഫ് ഏജ്, ഹെവി ബ്ലീഡിംഗ് ഉള്ള പേഷ്യൻസ്, വലിയ സൈസ് ഫൈബ്രോയിഡ്സ്, നമുക്ക് ലാപ്രോസ്കോപ്പിക്കലിയോ ലാപ്രോട്ടമി ചെയ്താലും ഫൈബ്രോയിഡ് മാത്രമായിട്ട് റിമൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയിൽ മാത്രമേ നമ്മൾ ഹിസ്റ്ററക്ടമി സജസ്റ്റ് ചെയ്യത്തുള്ളൂ. പൊതുവേ നമ്മൾ മാക്സിമം റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ മയോമെക്ടമിയിൽ യൂട്രസിനെ കൺസേർവ് ചെയ്യാൻ നോക്കും. അത് പറ്റാത്ത പക്ഷത്തിൽ മാത്രമേ നമ്മൾ ഹിസ്റ്ററക്ടമി ആലോചിക്കത്തുള്ളൂ. ഓക്കെ. ഈ ഹിസ്റ്ററക്ടമി എന്ന് പറയുന്ന പ്രൊസീജിയർ നമുക്ക് എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഇസ് ഇറ്റ് ഓപ്പൺ സർജറി ഓർ ലാപ്രോസ്കോപ്പിക്? സിമിലർ ടു മയോമെക്ടമി, ഹിസ്റ്ററക്ടമി 3 റൂട്ട്സിൽ ചെയ്യാം. ഓപ്പൺ സർജറി, ലാപ്രോട്ടമി ആയിട്ട് ചെയ്യാം. വളരെ ലാർജ് സൈസ് ഫൈബ്രോയിഡോ ഒരുപാട് അഡിഷൻസ് ഉള്ള കേസസിലോ ഇല്ല വേറെയും എന്തെങ്കിലും പെൽവിക് പത്തോളജീസ് ഉള്ളപ്പോൾ നമ്മൾ ലാപ്രോട്ടമി, ഓപ്പൺ സർജറി ചെയ്യും. അത് ടോട്ടൽ അബ്ഡോമിനൽ ഹിസ്റ്ററക്ടമി എന്ന് പറയും. അതുപോലെ തന്നെ ലാപ്രോസ്കോപ്പി ആയിട്ടും നമുക്ക് യൂട്രസിന് മാത്രമായിട്ടും യൂട്രസ് പ്ലസ് ഫൈബ്രോയിഡായിട്ടും എടുക്കാൻ പറ്റും. വെജൈനൽ റൂട്ട് വഴിയും നമുക്ക് ആസ് ഒരു മിനിമൽ ഇൻവേസീവ് എന്നും പറയാം. ഇൻസിഷൻ വലുതായിട്ടില്ലാതെ വെജൈനൽ റൂട്ട് വഴിയും നമുക്ക് ഹിസ്റ്ററക്ടമി ചെയ്യാൻ പറ്റും. സോ ഈ വെജൈനൽ ഹിസ്റ്ററക്ടമി എന്ന് പറയുന്നത് ഏത് പേഷ്യൻസിലായിരിക്കും നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്? സ്മോളർ സൈസ് ഫൈബ്രോയിഡ്സിലാണ്, ലെസ് ദാൻ 20 വീക്ക് സൈസ് ഫൈബ്രോയിഡ്സിലാണ് നമ്മൾ കൂടുതലും വെജൈനൽ റൂട്ട് പ്രിഫർ ചെയ്യുന്നത്. അതും ലൊക്കേഷൻ ഓഫ് ഫൈബ്രോയിഡ് ബേസിസ് ആണ്. അത് നമ്മൾ വെജൈനലി നമ്മൾ കട്ട് പീസ് മീലായിട്ട് ആയിരിക്കും ചിലപ്പോൾ ലാർജർ സൈസ് ഫൈബ്രോയിഡ്സ് എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും സ്മോളർ സൈസ് ഫൈബ്രോയിഡ്സിന് വെജൈനൽ റൂട്ട് പ്രിഫർ ചെയ്യുന്നത്. സ്പെസിഫിക് കേസസിൽ ഇപ്പോൾ പേഷ്യൻസിന് പെൽവിക് ഫ്ലോർ വീക്ക്നെസ്സോ ഇല്ല യൂറിനറി ഇൻകോണ്ടിനൻസ് അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ വെജൈനൽ സർജറീസ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. പ്രോബ്ലി നമുക്ക് അതിൻ്റെ കൂടെ പെൽവിക് ഫ്ലോർ റിപ്പയറും കൂടെ ചെയ്യാം. എക്സാക്ട്ലി. ആൾറെഡി പ്രീവിയസ്ലി സർജറി കുറേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ അഡീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഈ ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റുമോ? ഫീസിബിൾ ആണ്. ഓപ്പൺ സർജറിയും ഫീസിബിൾ ആണ്, ലാപ്രോസ്കോപ്പിയും ഫീസിബിൾ ആണ്. ഡിപ്പെൻഡിങ് അപ്പോൺ സൈസ് ഓഫ് ഫൈബ്രോയിഡ് ആൻഡ് ദ മൊബിലിറ്റി ഓഫ് ദ യൂട്രസ് നമ്മൾ കൂടുതലും ഓപ്പണോ ലാപ്രോസ്കോപ്പിയോ അതനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ സർജറീസ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നാലും നമുക്ക് സ്റ്റിൽ പോസിബിൾ ആണ്. റൈറ്റ്. റീസെൻ്റ് ആയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഫോക്സി, ഫെഡറേഷൻ ഓഫ് ഓബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യയിൽ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, സേവ് ദ യൂട്രസ് ക്യാമ്പയിൻ. വളരെ ക്യാച്ചി ഫ്രേസാണ്, സേവ് ദ യൂട്രസ്. അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? യൂട്രസ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ഓർഗൻ ആണ് ഫീമെയിൽ ബോഡിക്കകത്ത്. അത് ഇപ്പോൾ നമ്മളൊരു 40+, അതായത് പെരിമെനോപോസലോ ഇപ്പോൾ ചൈൽഡ് ബെയറിങ് ഏജ് കഴിഞ്ഞാൽ അതൊരു അൺവാണ്ടഡ് ഓർഗനെ പോലെ ട്രീറ്റ് ചെയ്യുന്നത് ശരിയാണോ? അത് എടുത്ത് കളയാം, ബ്ലീഡിങ് കൂടുതലാണെങ്കിൽ യൂട്രസ് എടുത്ത് കളഞ്ഞാൽ പോരെ, എടുത്ത് മാറ്റിയാൽ പോരെ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുന്നത് തന്നെ തെറ്റാണ്. ബട്ട് സേവ് ദ യൂട്രസ് ക്യാമ്പയിൻ എന്ന് പറയുന്നത് കൂടുതലും ലെസ് ദാൻ 40 ഇയർ ഫീമെയിൽ ആണെങ്കിൽ, റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ഫീമെയിൽ ആണെങ്കിൽ നമ്മളൊരു രജിസ്ട്രി തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് യൂട്രസ് നമ്മൾ എന്തുകൊണ്ട് മാറ്റി അതിന് ഒരു ക്ലിയർ കട്ടായിട്ട് ഒരു ഇൻഡിക്കേഷനും അതിനായിട്ടുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയായിരുന്നു നമ്മൾ മെൻഷൻ ചെയ്ത് അതെപ്പോഴെങ്കിലും ഓഡിറ്റ് നടത്തേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ആൾട്ടർനേറ്റീവ് മൊഡാലിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്നത്. വെറും ഫൈബ്രോയിഡ് മാത്രം എടുക്കുന്നത്, ഫൈബ്രോയിഡിന് കരിച്ച് കളയുന്നത്, എംബലൈസ് ചെയ്യുന്നത്, ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് നമ്മൾ എൻകറേജ് ചെയ്യുന്നത് തന്നെ ഈ സേവ് ദ യൂട്രസ് ക്യാമ്പയിൻ്റെ ഒരു പാർട്ടാണ്. റൈറ്റ്. സോ ജസ്റ്റ് ബിക്കോസ് അവരുടെ ഫാമിലി കംപ്ലീറ്റ് ആയി എന്ന് വെച്ചിട്ട് നമുക്ക് യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമോ ഇല്ല. ഇപ്പോൾ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ, യൂട്രൈൻ ഫൈബ്രോയിഡ് അബലേഷൻ, ഇത് കൂടുതലും ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ഇൻ ട്രെൻഡ് ആണോ? ഡെഫിനറ്റ്ലി. യൂട്രൈൻ ആർട്ടറി എംബലൈസേഷൻ ആയാലും യൂട്രൈൻ ഫൈബ്രോയിഡ് അബ്ലേഷൻ ആയാലും ഇപ്പോൾ ഇൻ ട്രെൻഡാണ്. ട്രെൻഡിൻ്റെ മെയിൻ റീസൺ ഇസ് ബിക്കോസ് people want to opt for minimally invasive options which does not affect their lifestyle.
അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഈവൻ മോർ ബെറ്റർ ദാൻ എ ലാപ്രോസ്കോപ്പിക് സർജറി നമ്മൾ കീ ഹോൾ സർജറി എന്നാണ് പറയുന്നത്. സോ ഓൾ ഇൻ്റർവെൻഷൻ റേഡിയോളജി പ്രൊസീജിയേഴ്സ് ആർ പിൻ ഹോൾ പ്രൊസീജിയേഴ്സ്. സോ ദ റിക്കവറി ഈസ് ഈവൻ മോർ ഫാസ്റ്റർ ആൻഡ് ടാർഗറ്റഡ് പ്രിസിഷൻ തെറപ്പി ആയത് കാരണം അവർക്ക് ഇതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റും ബെറ്റർ ആയിരിക്കും. സോ എഫക്റ്റ് ഈസ് മോർ ആൻഡ് സൈഡ് എഫക്ട്സ് വിൽ ബി ലെസ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ലേറ്റസ്റ്റ് ഇമേജിങ് ആൻഡ് ഇത് അവൈലബിൾ ആയത് കാരണം ആൻഡ് മോസ്റ്റ് ഓഫ് ദ ഹോസ്പിറ്റൽസിൽ ഇപ്പോൾ ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ആർ അവൈലബിൾ. അപ്പോൾ അത് കാരണം ബിക്കോസ് ഓഫ് ദി അവൈലബിലിറ്റി ഓഫ് ദീസ് പ്രൊസീജിയേഴ്സ് കൂടുതലായിട്ട് ആൾക്കാർ ഇതിന് ചൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ കുറച്ച് സ്പെഷ്യൽ സിറ്റുവേഷൻസ് ഡിസ്കസ് ചെയ്താലോ? ഇപ്പോൾ ഫൈബ്രോയിഡ് പല രീതിയിലും പല ലൊക്കേഷൻസിലും വരുന്ന ഫൈബ്രോയിഡ്സ് ആണല്ലോ. ബ്രോഡ് ലിഗമെൻറ്റ് ഫൈബ്രോയിഡ് ഡിറൈവിങ് ന്യൂട്രീഷൻ ഫ്രം ബോത്ത് യൂട്രൈൻ വെസൽസ് ആൻഡ് ഒവേരിയൻ വെസൽസ്, ആ ഫൈബ്രോയിഡ്സ് നമുക്ക് എംബലൈസ് ചെയ്ത് മാറ്റാൻ പറ്റുമോ? ആക്ച്വലി ബ്രോഡ് ലിഗ്മെൻറ്റ് ഫൈബ്രോയിഡ്സ് നമ്മുടെ യൂട്രൈൻ ആർട്ടറി എംബലൈസേഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചെയ്യാം. ബട്ട് അതിൻ്റെ എഫിക്കസി വൈസ് ലെസ് ആയിരിക്കും. ബിക്കോസ് നോട്ട് ഓൺലി യൂട്രൈൻ ആൻഡ് ഒവേരിയൻ ആർട്ടറീസ്, പെൽവിക്കിലുള്ള ബാക്കി ഓർഗൻസ് എന്നും അതിന് ബ്ലഡ് സപ്ലൈ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് യൂട്രൈൻ ആർട്ടറി ബ്ലഡ് സപ്ലൈ മാത്രം കട്ട് ഓഫ് ചെയ്തിട്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ഓഫ് ഹെൽപ്പ്. അപ്പോൾ ഈ ബ്രോഡ് ലിഗമെൻറ്റ് ഫൈബ്രോയിഡിന് നമുക്ക് സർജിക്കലി ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമുക്ക് മയോമെക്ടമി സ്റ്റിൽ ഇതേപോലെ തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് മയോമെക്ടമി ആയിരിക്കും. ബ്രോഡ് ലിഗമെൻറ്റ് ഫൈബ്രോയിഡിൻ്റെ ബ്ലഡ് വെസൽ അങ്ങനെയാണ്, അത് കൂടുതലും ഭയങ്കര വാസ്കുലർ സ്ട്രക്ചർ ആയതുകൊണ്ട് നമ്മൾ പ്രീ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഫൈബ്രോയിഡ്സിന് ചിലപ്പം ഷ്രിങ്ക് ചെയ്യേണ്ടി വരും. GnRH അഗണിസ്റ്റോ അതുപോലത്തെ വാസ്കുലേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ നോക്കിയിട്ട് വേണം നമുക്ക് ബ്രോഡ് ലിഗമെൻറ്റ് ഫൈബ്രോയിഡ് മയോമെക്ടമി സജസ്റ്റ് ചെയ്യാം. കൂടുതലും ഇങ്ങനത്തെ കേസസ് നമുക്കും ഹിസ്റ്ററക്ടമി ആയിട്ട് അത് കൺവേർട്ട് ആവും. നിങ്ങൾക്ക് ഈ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പററി എംബോളിക് മെറ്റീരിയൽസ് നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ബ്ലഡ് സപ്ലൈ കട്ട് ഓഫ് ചെയ്ത് കുറച്ചെങ്കിലും ഷ്രിങ്ക് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഡ്യൂറിങ് സർജറി നിങ്ങൾക്ക് ബ്ലഡ് ലോസ് കൂടുതലായിട്ട് വരില്ല. സോ പ്രീ ഓപ്പറേറ്റീവ് എംബലൈസേഷൻ ഡെഫിനറ്റ്ലി ഈ പേഷ്യൻസിന് ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ബ്രോഡ് ലിഗമെൻറ്റ് ഫൈബ്രോയിഡ് ആയിട്ട് പേഷ്യൻറ്റ് വന്നാൽ നമുക്ക് പ്രീ ട്രീറ്റ്മെൻ്റ് ആയിട്ട് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇത് ചെയ്യുമ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവായിട്ട് ബ്ലീഡിങ് അല്ലെങ്കിൽ ഇൻട്രോ ഓപ്പറേറ്റീവായിട്ട് ബ്ലീഡിങ് വരുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഫൈബ്രോയിഡ് പോളിപ്സ് ഓർ സർവൈക്കൽ ഫൈബ്രോയിഡ്, അതിന് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ ചെയ്യാൻ പറ്റുമോ? Definitely. Cervical fibroid ആണെങ്കിൽ we will prefer to go ahead with an ablative procedure because cervix vascularity നമുക്ക് critical ആണ്. അപ്പോൾ definitely we will try to go ahead with a uterine fibroid ablation. പിന്നെ ആസ് ഫാർ എസ് പോളിപ്സ് ആർ കൺസിഡേർഡ്, പോളിപ്പോയിഡൽ ഫൈബ്രോയിഡ് അതായത് എൻഡോമെട്രിയത്തിൻ്റെ അകത്ത് ഒരു പോളിപ്പ് പോലെ സ്മോൾ പെഡിക്കിൽ ഉള്ള ഫൈബ്രോയിഡ്സിന് അതിന് മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ പ്രിഫർ ചെയ്യില്ല. ബിക്കോസ് അത് നമുക്ക് ഹിസ്ട്രോസ്കോപ്പിക്കലി ഈസിലി അതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ ബട്ട് കുറേ ഫൈബ്രോയിഡ്സ് ഉണ്ട്, അതിൽ ഒന്ന് നമുക്ക് പോളിപ്പോയിഡൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അതിന് യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷൻ ചെയ്യാം. മാക്സിമം സംഭവിക്കാൻ പോകുന്നത് ആ ഫൈബ്രോയിഡ് അവിടെ നിന്ന് ഡിസ്കണക്റ്റ് ആയിട്ട് ഇറ്റ് ക്യാൻ കം ഔട്ട് റെഗുലർലി. വന്നില്ലെങ്കിൽ മേ ബി നമുക്ക് മെഡിക്കേഷൻ വെച്ചിട്ട് അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഓർ റെയർലി, എക്സ്ട്രീംലി റെയർലി അങ്ങനെ സ്റ്റക്കായിട്ട് ഉണ്ടെങ്കിൽ, ലെറ്റസ് ഈ സർവൈക്കൽ കനാലിൽ സ്റ്റക്കാണെങ്കിൽ ആ ടൈമിൽ നമുക്ക് ഹിസ്ട്രോസ്കോപ്പിക് ആയിട്ട് അതിനെ റിട്രീവ് ചെയ്യാൻ പറ്റും. സോ ആസ് എ കൺക്ലൂഷൻ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു ബിനൈൻ അസുഖമാണെങ്കിലും പല രീതിയിലുള്ള സിംറ്റംസ് ആവാം. ബ്ലീഡിങ് ആവാം, പെയിൻ ആവാം, പേഷ്യൻ്റ് ഇൻഫെർട്ടിലിറ്റി ആയിട്ടും പ്രസൻറ്റ് ചെയ്യാം. അതിൻ്റെ ലൊക്കേഷൻ, ടൈപ്പും വാസ്കുലാരിറ്റി അനുസരിച്ചാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ വരുന്നത്. കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ആവാം, മെഡിക്കലായിട്ട് നമ്മൾ നോക്കാം, ഇല്ല സർജിക്കലായിട്ട് നോക്കാം. നാലാമത്തെ ഓപ്ഷനാണ് നമ്മളുടെ യൂട്രൈൻ ഫൈബ്രോയിഡ് എംബലൈസേഷനും യൂട്രൈൻ ഫൈബ്രോയിഡ് അബിലേഷനും. അപ്പോൾ ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമ്മൾ പേഷ്യൻസിന് ഓഫർ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള അപ്രോച്ച് പേഷ്യൻറ്റിന് കിട്ടണമെങ്കിൽ ഒരു കമ്പൈൻഡ് ടീം അപ്രോച്ച് ആയിരിക്കണം വേണ്ടിയത്. ഒരു ഗൈനക്കോളജിസ്റ്റ്, ഒരു ഇൻ്റർവെൻഷൻ റേഡിയോളജിസ്റ്റും കൂടെ ചേർന്നിട്ട് വേണം ഇങ്ങനത്തെ ഒരു ഡെസിഷൻ എടുക്കേണ്ടത് തന്നെ. ഇങ്ങനത്തെ ഏതെങ്കിലും സിംറ്റംസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിലും ഒറ്റ ഡിസിഷൻ, ഒരു സർജറി ഡയറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്യുന്ന മുന്നേ കുറേ ഓപ്ഷൻസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും കറക്റ്റായിട്ടുള്ള അപ്രോച്ച്. സെയിം തിങ് ആണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. ലെറ്റ് us save a few uterus where uterus removal is not actually indicated. Okay, നമസ്കാരം. Future Ready Healthcare, trusted for generations. GG Hospital.